ഇറാനും റഷ്യയും സംയുക്തമായി ഹോർമുസിൽ ഓപ്പറേഷന് പദ്ധതിയിടുന്നു എന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരികയാണ്. ഇറാനിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന കപ്പൽ വൈമധ്യേ തടയപ്പെടുന്നുണ്ട് അമേരിക്ക. പല ഘട്ടത്തിൽ അത് ഉണ്ടായിട്ടുണ്ട്. ചിലതൊക്കെ അവർ രക്ഷപ്പെടുത്തി കൊണ്ടുപോകാറുണ്ട്. ഈ മേഖലയിൽ സ്വതന്ത്രമാക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. അബ്ബാസ് അറാഞ്ചിയുടെ റഷ്യ സന്ദർശനത്തിനോടനുബന്ധിച്ച് ഈ കാര്യം ട്രംപിനോട് പറയുകയും ഏറെക്കുറെ ഒരു ധാരണയിൽ എത്തിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് ഹോർമുസിൽ ഇറാനും റഷ്യയും സംയുക്തമായ രീതിയിൽ ഓപ്പറേഷൻ പദ്ധതിയിടുക. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ സാറ്റലൈറ്റ് ചിത്രങ്ങൾ നോക്കിയിട്ട് ഏത് ഭാഗത്തു നിന്ന് ആരാണ് ആക്രമിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് അക്രമ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനെ പ്രതിരോധിക്കുക. അത് ഏത് തരത്തിലാണ് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടില്ല. യുദ്ധസമാന സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടും എന്ന അഭിപ്രായങ്ങളൊക്കെ ചില മീഡിയകളൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലേക്ക് നീങ്ങുന്ന സമയത്ത് അത് വലിയ രീതിയിൽ കടൽ യുദ്ധമായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് മാറാനുള്ള സാധ്യതകളാണ് വിലയിരുത്തുന്നത്. ഇപ്പോൾ ഈ അറേബ്യൻ രാജ്യങ്ങൾ തന്നെ രണ്ട് തരത്തിൽ ഇപ്പോൾ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഈ നിലപാടെടുക്കുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നു. കാര്യം എന്ന് പറഞ്ഞാൽ ഒപ്പക്കിൽ നിന്ന് UAE രാജിവെച്ചു. അപ്പോൾ തന്നെ സൗദി അറേബ്യ അടിയന്തരമായിരിക്കുന്ന ഉച്ചകോടി വിളിച്ചു ചേർത്തു. അത് ഇന്നാണ് ഉച്ചകോടി നടക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ, അതായത് ഇസ്രായേലിൻ്റെ സഹായം തേടുക, സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ വരണമെന്ന് പറയുക, അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഒരു അറേബ്യൻ രാജ്യം സ്ഥാപിക്കുക, ഇതൊന്നും അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല. അങ്ങനെ വരുന്ന സൗദി അറേബ്യ ഇറാനെ പിന്തുണക്കാനാണ് സാധ്യത എന്നും രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു. ഇറാനെ പിന്തുണക്കുന്ന സംബന്ധിച്ച് ഇറാനുമായിട്ടൊരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കാനുള്ള സാധ്യതയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഈ UAE എന്ന് പറയുന്ന രാജ്യം സൗദി അറേബ്യ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും എല്ലാ നിലപാടിനോട് ഏത് സമയത്ത് യോജിച്ച് നിൽക്കുന്ന രാജ്യമാണ്. ഇവർ തമ്മിൽ വലിയ ബന്ധങ്ങളാണ്. പക്ഷേ ആ ബന്ധത്തിന് ഇപ്പോൾ ഈ ഒലച്ചിൽ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ ഇസ്രായേലുമായിട്ട് നേരിട്ടുള്ള കരാർ വ്യവസ്ഥ ഉണ്ടായത് എന്നുള്ളതാണ്. അമേരിക്ക ഹോർമുസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ കൂടുതൽ കർക്കശമായിരിക്കുന്ന നടപടിയിലേക്ക് തുനിയുകയാണ് എന്ന് അമേരിക്ക പറഞ്ഞു. അതായത് ഈ ഭാഗത്തുനിന്ന് പുറത്തോട്ട് പോകുന്ന കപ്പൽ ഇങ്ങോട്ട് കയറി വരുന്ന കപ്പലിനൊക്കെ തങ്ങൾ തടയും. അങ്ങനെ 38ഓളം കപ്പൽ തടഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇപ്പോഴത്തെ സാമ്പത്തികപരമായിരിക്കുന്ന വിഷയങ്ങൾ ലോകത്തെ മുഴുവനും ബാധിക്കപ്പെട്ടതാണ്. പെട്രോളിയമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇതിന് പ്രധാനമായിരിക്കുന്ന ഒരു കാരണം, ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ, അത് ട്രംപാണ്. അത് വീണ്ടും ഇറാൻ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഇറാൻ ട്രംപിനെ ഒന്നും കൂടി കുടുക്കിയിരിക്കുകയാണ്. വരിഞ്ഞു മുറുക്കുക എന്ന് പറയുന്ന രീതിയിലുള്ള നിലപാടാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇറാൻ എടുത്തിരിക്കുന്നത്. ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഹോർമുസിൽ നിന്ന് ടോൾ വാങ്ങുന്നു. അതിൻ്റെ കാരണം എന്താ? അമേരിക്കയാണ്. തങ്ങളുടെ രാജ്യത്തെ ആക്രമിച്ചു, വലിയ രീതിയിൽ നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാക്കി, പുനർനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് സാമ്പത്തികം തങ്ങൾക്ക് ആവശ്യമുണ്ട്, അതിനു വേണ്ടിയിട്ടാണ് ഈ പണം തങ്ങൾ ഉപയോഗിക്കുക, അത് പറഞ്ഞു. ഇപ്പോൾ രണ്ടാം ഘട്ടത്തിൽ പറയുന്നത് എല്ലാ കപ്പലുകളും ഈ കപ്പൽ തുറക്കാൻ വേണ്ടിയിട്ടാണ്, കപ്പൽ പാത ഹോർമുസ് പാത തുറക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ കപ്പലുകളൊക്കെ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വന്നത്. അടക്കപ്പെട്ട മേഖല തുറപ്പിക്കുക എന്നുള്ളതാണ് തങ്ങളുടെ അനിവാര്യമായിരിക്കുന്ന കാര്യം. ആ പ്രവൃത്തി തങ്ങൾ ചെയ്യുമെന്ന് പറയുന്നു. എന്നാൽ അമേരിക്കയുടെ കപ്പൽ വന്ന സമയത്ത് അവർ ചെയ്തതോ ഇവിടുന്ന് ഫുള്ളായിട്ട് അടക്കുകയാണ് ചെയ്തത്. ഒരു കപ്പൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടി പറ്റില്ല എന്ന രീതി. അപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആരാണ്? ട്രംപാണ്. അതിപ്പോൾ ഇറാൻ ആവർത്തിച്ച് പറയുകയും ചെയ്തു. ഞങ്ങൾ ഹോർമുസ് കടൽ മുൻപത്തെ പോലെ സ്വതന്ത്രമായ രീതിയിൽ തുറക്കാൻ തയ്യാറാണ്. പകരം എന്ത് ചെയ്യണം? ഉപരോധം പിൻവലിക്കണം. അപ്പോൾ അതും പൈ കേൾക്കേണ്ടത് ട്രംപിന് പൈ കേൾക്കേണ്ട രീതിയിലേക്ക് വീണ്ടും പോയി. അപ്പോൾ ഈ അമേരിക്കയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് രണ്ടാമതും ഇറാൻ തെളിയിക്കുകയാണ്. അതിൽ അവർ വിജയിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് കാര്യം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉപരോധം ഏർപ്പെടുത്തിയത് നിങ്ങൾ ഒഴിവാക്കുക, ഞങ്ങളുടെ ഇവിടുന്ന് ചുങ്കം ചുമത്ത് ഞങ്ങൾ ഒഴിവാക്കും, സ്വതന്ത്ര പാതയാക്കി മാറ്റും. അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ചെയ്യുന്ന സമയത്തുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ഇറാന് മുമ്പിൽ തോറ്റുപോകുന്നൊരു സ്ഥിതി ഉണ്ടാവും. അതിൻ്റെ അടുത്ത കാര്യങ്ങൾ ഇറാൻ പറയുന്നത് അംഗീകരിക്കേണ്ടി വരും. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ, ഈഗോ പ്രശ്നങ്ങളാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ യുദ്ധം പരിഹരിക്കാതെക്കാണ് പ്രധാന കാര്യം. ഇപ്പം നിലവിൽ യുദ്ധം നടക്കുന്നില്ല, പക്ഷേ ഇവിടെയുള്ള ഒരു യുദ്ധം എന്ന് പറഞ്ഞാൽ ഈ രീതിയിലുള്ള കാര്യങ്ങളാണ് പോകുന്നത്. വിട്ടുവീഴ്ചയില്ലാത്ത രീതിയിൽ ഇറാനും അമേരിക്കയും കടലുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തികൾ ചെയ്യുന്നു. മുമ്പ് റഷ്യയും സോവിയറ്റ് യൂണിയനുള്ള കാലത്ത് സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിൽ ശീതസമരം ഉണ്ടായിരുന്നു. ശീതസമരം എന്ന് പറയുന്ന ഒരു മാനസിക യുദ്ധമാണ്. അത് വാളെടുത്ത് പോരാടുന്ന ഒരു പ്രവൃത്തിയില്ല. നയതന്ത്ര ബന്ധം ഉണ്ടാവില്ല, സുഹൃത്ത് ബന്ധം ഉണ്ടാവില്ല, കയറ്റുമതി ഉണ്ടാവില്ല, ഇറക്കുമതി ഉണ്ടാവില്ല, കപ്പൽ ഗതാഗതവുമായിട്ട് ബന്ധപ്പെട്ട സഹകരണം ഉണ്ടാവില്ല. അങ്ങനത്തെ രീതിയിലുള്ള ഒരു യുദ്ധം എന്ന് പറയുന്ന സമയത്ത് അത് വലിയ രീതിയിലുള്ള ആഘാതം ഏൽപ്പിച്ച യുദ്ധമായിരുന്നു. പിന്നീട് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കൊടുത്ത് കഴിഞ്ഞിട്ട് ആ പരിപാടികളൊക്കെ ശീതസമരമൊക്കെ അവസാനിപ്പിച്ചു. സമാനമായ രീതിയിലുള്ള ഒരു യുദ്ധമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ
കടൽ പരപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ശീതസമയത്തിന് തുല്യമായിരിക്കുന്ന ഒരു കടൽ യുദ്ധം നടക്കുന്നു. എന്നാൽ വെടിവെക്കുന്നുണ്ടോ? വെടിവെക്കുന്നില്ല. ബോംബിടുന്നുണ്ടോ? ബോംബിടുന്നില്ല. അങ്ങോട്ട് കപ്പലിനെ പറഞ്ഞേക്കുന്നില്ല, ഇങ്ങോട്ട് കപ്പലിനെ പറഞ്ഞേക്കുന്നില്ല. അവരെ പരിശോധിക്കുന്നു, ഇവിടെ പരിശോധിക്കുന്നു എന്ന് പറയുന്ന നാത്തുമ്പോര് പോലെയുള്ള ഒരു പ്രവൃത്തിയാണ്. എവിടെ കാണാൻ വേണ്ടി സാധിക്കുകയില്ല. എന്നാലോ അതിൻ്റെ പ്രയാസം കുടുംബം എല്ലാ കാലത്തും അനുഭവിക്കുകയും ചെയ്യും. ആ ഒരു രീതിയിലേക്ക് മാറിയിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രതിസ്ഥാനത്തിലുള്ളത് ഡൊണാൾഡ് ട്രംപാണ് എന്ന് പറയുന്നതിൽ ഇറാൻ വിജയിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ട്രംപിനോട് വലിയ രീതിയിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് മറ്റു ലോക രാജ്യങ്ങളൊക്കെ. ഇത്തരം പ്രവൃത്തികൾ അവസാനിപ്പിക്കണം, ഉപരോധം പിൻവലിക്കണം. ഉപരോധം എന്ന് പറഞ്ഞാൽ യുദ്ധവിരുദ്ധ കരാർ വ്യവസ്ഥയുടെ ഭാഗമാണ്. അതാണ് ഇറാൻ പറയുന്നത്. ഞങ്ങളുമായിട്ട് യുദ്ധം ഉണ്ടാവില്ല എന്ന് പറയുന്നു, കരാർ വ്യവസ്ഥ ഉണ്ടാക്കുന്നു. ആ കരാർ വ്യവസ്ഥയുടെ ഭാഗമാണ് ഇപ്പോൾ അത് പാലിക്കപ്പെടുകയാണ് അമേരിക്ക ചെയ്യേണ്ടത്. എന്നാൽ കടല ഒരു ഉപരോധം എന്ന് പറഞ്ഞാൽ യുദ്ധമാണ്. ആ യുദ്ധമായിട്ട് തന്നെയാണ് തങ്ങൾ കാണുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ അവരുമായിട്ട് കരാർ വ്യവസ്ഥയ്ക്ക് ഇല്ലാത്തത് എന്നവർ പറയുന്നു. ഇതിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ചില രാജ്യങ്ങളൊക്കെ ഇന്ത്യ, റഷ്യ, ചൈന പോലെയുള്ള രാജ്യങ്ങൾക്കൊക്കെ അതിലൂടെ അതിൽ കടന്നു പോകുന്നതുകൊണ്ട് പ്രശ്നമില്ല. അവരോട് ചുങ്കം വാങ്ങില്ല. സൗഹൃദ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട് സൗഹൃദം ഞങ്ങൾ നിലനിർത്തും എന്ന് ഇറാൻ പറയുന്നുണ്ട്. എന്നാൽ ഇസ്രായേലിനോ അമേരിക്കയോ അവരെ പിന്തുണക്കുന്ന ഒരു രാജ്യത്തിലെ കപ്പലുകളിൽ തങ്ങൾ വിടില്ല, അവരുടെ നിന്ന് ഞങ്ങൾ ചുങ്കം വാങ്ങും. അപ്പോൾ രണ്ട് വിഭാഗമാക്കി ഭാഗിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ പ്രവൃത്തി ചെയ്യുന്നത് എന്ന് ചുരുക്കം. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം ഇങ്ങനെയാണ്. ഹോർമുസിൽ ഇറാനും റഷ്യയും സംയുക്തമായ രീതിയിലുള്ള ഒരു ഓപ്പറേഷൻ നടത്തുന്ന സമയത്ത് ഈ കപ്പലുകളൊക്കെ മോചിപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അതല്ലെങ്കിൽ തിരിച്ചടികളുണ്ടാവും. തിരിച്ചടി എന്ന് പറഞ്ഞാൽ പിന്നീട് അത് യുദ്ധമായിട്ട് പരിണമിക്കുക എന്ന് പറയുന്ന സമയത്ത് അത് റഷ്യയും ചൈനയും തമ്മിൽ നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് അമേരിക്കക്ക് തീരെ താല്പര്യമില്ലാത്ത വിഷയമാണ്. റഷ്യ ഈ പറഞ്ഞ പോലെ തന്നെയാണ് യുദ്ധത്തിന് വലിയ ഇഷ്ടമുള്ള രാജ്യമാണ്. ഇറാൻ യുദ്ധത്തിന് വലിയ ഇഷ്ടമുള്ള രാജ്യമാണ്. അറേബ്യൻ രാജ്യങ്ങൾ യുദ്ധത്തിന് തീരെ ഇഷ്ടമില്ലാത്ത രാജ്യമാണ്. യുദ്ധവും പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിനോട് തീരെ താല്പര്യമില്ലാത്ത രാജ്യങ്ങളാണ് അറേബ്യൻ രാജ്യങ്ങൾ. അവർ രാജ്യ പുരോഗതിയും സാമൂഹ്യപരമായിരിക്കുന്ന മുന്നേറ്റം ഉണ്ടാക്കി മറ്റ് രാജ്യങ്ങളെക്കാളും മികച്ച രാജ്യം തങ്ങളുടെ രാജ്യമാക്കണമെന്ന് വാശി പിടിച്ചിട്ട് നിർമ്മാണ പ്രവൃത്തിയിൽ മുഴുകുന്ന രാജ്യമാണ്. അതുകൊണ്ട് വിഷൻ 2030 എന്ന് പറയുന്ന ഒരു നക്ഷത്ര നഗരം സൃഷ്ടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ലോക ചരിത്രത്തിൽ ഇത് ആദ്യമായിട്ടാണ് അത് ചെയ്യുന്നത്. അത് സൗദി അറേബ്യയുടെ ഭാഗത്താണ് അതുണ്ടാകുന്നത്. 100 കിലോമീറ്ററാണ്. ദശകോടികളുടെ പണം മുടക്കിയിട്ടുള്ള ഒരു പരിപാടികളാണ്. പ്രവർത്തനത്തിൻ്റെ ഏറെക്കുറെയൊക്കെ 40 മുതൽ 60% വരെ അവസാനിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. അപ്പോൾ അത് എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? മറ്റ് രാജ്യത്തേക്കാൾ മികച്ച രാജ്യം തൻ്റെ രാജ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള കഠിന ശ്രമം നടത്തുന്നു അറേബ്യൻ രാജ്യങ്ങൾ. അത് ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ബിൽഡിംഗ് ഉള്ളത് ദുബായിലാണ്, നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ ഇരട്ടിയോളം വലിപ്പമുള്ളതാണ് ഇപ്പോൾ സൗദി അറേബ്യയിൽ നിർമ്മാണ പ്രവൃത്തി തുടങ്ങിയാൽ ഏകദേശം അത് ഈ 50% പൂർത്തിയായിട്ട് 1 കിലോമീറ്ററാണ് ആ ബിൽഡിങ്ങിൻ്റെ വരെ. അങ്ങനത്തെ 2 ബിൽഡിങ്ങാണ് എവിടെ വരാൻ പോകുന്നത്? സൗദി അറേബ്യയിൽ വരാൻ പോകുന്നത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് മറ്റ് രാജ്യത്തേക്കാളും വലിയ മികച്ച രാജ്യമാക്കി മാറ്റാനുള്ള കഠിന ശ്രമം നടത്തുന്നു. ഇപ്പോൾ വേൾഡ് കപ്പ് വന്ന് ഇവിടെ ഖത്തറിൽ, കഴിഞ്ഞ പ്രാവശ്യം വേൾഡ് കപ്പ് ഖത്തറിൽ വന്നു. അടുത്ത പ്രാവശ്യം സൗദി അറേബ്യയിലേക്കാണ് വേൾഡ് കപ്പ് വരുന്നത്. അപ്പോൾ അവിടെ വന്നു, ഇവിടെ വരണം. ഇനി അടുത്ത മറ്റ് രാജ്യങ്ങളും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് കുവൈത്ത് സമീപിച്ചിട്ടുണ്ട്, ബഹ്റൈൻ സമീപിച്ചിട്ടുണ്ട്, UAE 3 രാജ്യങ്ങളും സമീപിച്ചിട്ടുണ്ട് വേൾഡ് കപ്പ് നടത്താൻ വേണ്ടിയിട്ട്. അതിനെക്കുറിച്ചുള്ള ഈ പരിശോധനയോ പഠനമൊക്കെ നടത്തുന്നുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ മറ്റൊരു ഭാഗത്ത് നോക്കുന്ന സമയത്ത് ഇറാൻ ആണെങ്കിലും റഷ്യ ആണെങ്കിലും യുദ്ധത്തിനോട് താല്പര്യം, അമേരിക്ക ആണെങ്കിൽ വിജയിക്കുന്ന യുദ്ധത്തിനോടാണ് അമേരിക്കയ്ക്ക് താല്പര്യം. വിജയിക്കുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് തന്നെ പെട്ടും കിടക്കുകയൊക്കെ എടുത്തിട്ട് ആ ഭാഗത്തേക്ക് യുദ്ധഭൂമിയിലേക്ക് പോകും. അങ്ങനെയാണ് അവർ ചെയ്യാറുള്ളത്. ഏറ്റവും ചെറിയ രാജ്യം, എളുപ്പം കീഴടക്കാൻ പറ്റുന്ന രാജ്യം, നമ്മൾക്ക് ഒതുങ്ങുന്ന രാജ്യം, അവരിങ്ങോട്ട് തിരിച്ചടിയില്ലാത്ത രാജ്യത്തോട് വലിയ താല്പര്യമാണ്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം രാജ്യങ്ങളുമായിട്ട് യുദ്ധം ചെയ്യാനാണ് അവർക്ക് താല്പര്യം. അതുകൊണ്ടാണ് ഉക്രൈൻ യുദ്ധം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അമേരിക്കയുമായിട്ടുള്ള യുദ്ധമാണെന്നുള്ളത് കൃത്യമാണ്. അപ്പോൾ ഇവിടെ ഈ ഇറാഖ് നമുക്കറിയാം, അമേരിക്ക ഇടപെട്ടു. ഇറാഖ്, ലിബിയ, സുഡാൻ, സിറിയ, ഈജിപ്ത്, ഈ രാജ്യത്തിലൊക്കെ അമേരിക്കയുടെ ഇടപെടലുണ്ടായ സമയത്തെല്ലാം ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട് ആ രാജ്യങ്ങൾ. ഇറാഖ് എന്ന് പറഞ്ഞ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്ത 32 രാജ്യങ്ങൾ. ഇറാഖ് ഒറ്റപ്പെട്ടു പോയി. ഇറാഖിനെ സഹായിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് ഒരു രാജ്യം മുന്നോട്ട് വന്നിട്ടില്ല. ഇറാനുമായിട്ട് ബന്ധപ്പെട്ട ഇപ്പോഴത്തെ സംഘർഷാവസ്ഥ ഞങ്ങൾ തയ്യാറാണ് എന്ന് റഷ്യ പറഞ്ഞു. ഏത് തരത്തിലും സഹായിക്കും. ചൈന പറഞ്ഞു, കൊറിയ പറഞ്ഞു. അപ്പോൾ ലോകത്തിലെ വൻ ശക്തികൾ ഇറാനോടൊപ്പം ഉണ്ട് എന്ന് പറയുന്നത് അത് മറ്റൊരു തലം സൃഷ്ടിക്കപ്പെടും. അതുകൊണ്ടല്ല ഇത് അവസാനിക്കാത്തത്, കീഴടക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് സാധിക്കാത്തത്. വലിയ ഇടപെടലുകൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം, ഹോർമുസിൽ ഇതിന് സമാനമായിരിക്കുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ റഷ്യയും
റഷ്യയും ഇറാനും സംയുക്തമായ രീതിയിൽ ഓപ്പറേഷൻ പരിശീലന പരിപാടികളൊക്കെ ആരംഭിച്ചത്, അല്ലെങ്കിൽ അതിൻ്റെ തുടക്കം കുറിക്കാൻ വേണ്ടിയിട്ട് ഏറെക്കുറെ ഒരു ധാരണയിലെത്തിയിരിക്കുന്നില്ല. അങ്ങനെ വരുന്ന സമയത്ത് ഈ മേഖലയിൽ വീണ്ടും അമേരിക്ക പരാജയപ്പെടും. അമേരിക്കയുടെ ഒരു നിലപാടുകളും വിജയിക്കാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകും എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.